സുഹൃത്തുക്കളെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ ഇതൊരു ഏതൻ തോട്ടമാണെന്ന്. ഇതെൻ്റെ വീട്ടിലെ ഒരു ചാമ്പയാണ്, മലേഷ്യൻ ചാമ്പ. ഇതിൽ 4 വെറൈറ്റി ചാമ്പ എൻ്റെ കയ്യിലുണ്ട്. ഇത് പുഴയിലേക്കുള്ള ഒരു വഴിയാണ്. ചാമ്പങ്ങ തിന്നാൻ ഇവിടെ ആളില്ല, ഞാനും ഭാര്യയേ ഉള്ളൂ. അത് കാരണം ചാമ്പങ്ങ മുഴുവൻ പഴുത്ത് താഴെ വീണ് പോവുകയാണ്. പിള്ളേരൊക്കെ വന്നാലേ അതിനെ പിടിക്കാനും ഒക്കെ രസമുള്ളൂ. ഇനി ഇത് പുഴയിലേക്കുള്ള ഒരു വഴിയാണ്. ഇത് നാടൻ ചാമ്പയാണ്. നാടൻ ചാമ്പയിൽ ചാമ്പങ്ങ നിറച്ചുണ്ടായിരിപ്പുണ്ട്. ഇതും പറിച്ച് തിന്നാൻ ആളില്ല. ഇതൊക്കെ പിള്ളേരൊക്കെ ഉള്ളതാണ്. പിള്ളേർ വന്നാൽ വളരെ രസകരമായിരിക്കും. ഇതുകൊണ്ട് ചാമ്പ നിറച്ച് കാഴ്ചകൾക്കാണ്. മുകളിൽ മറ്റേ മലേഷ്യൻ ചാമ്പയും നിറച്ച് കായിട്ട് കിടപ്പുണ്ട്. ഇതെൻ്റെ ഔട്ട് ഹൗസാണ്. ഇപ്പോഴിവിടെ ആളൊന്നും ഇല്ലാത്ത കാരണം, സമയമില്ലാത്ത കാരണം ഉപയോഗിക്കുന്നില്ല. വല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കറങ്ങാൻ പറ്റിയ പുഴയോരത്തെ ഒരു ഔട്ട് ഹൗസാണ്. ഇതിന് മുറ്റത്ത് തന്നെ ഒരു തെങ്ങുണ്ട്. അത്യാവശ്യം കരിക്കൊക്കെ പിടിക്കാൻ പറ്റിയ തെങ്ങാണ്. ഇത് വളരെ രസകരമായി നിറച്ച് തേങ്ങ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അത്യാവശ്യം നല്ല കുളിർമയും തണുപ്പുമുള്ള സ്ഥലമാണ്. അമ്പഴമാണ്, അമ്പഴങ്ങാന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് അമ്പഴങ്ങ. ഇത് അച്ചാറിടാനൊക്കെ വളരെ ഇത് ഹൈബ്രിഡാണ്. അച്ചാറിടാനൊക്കെ നല്ല ചെറുപ്പത്തിലെ പറിച്ചു കഴിഞ്ഞാൽ നാരൊന്നുമില്ലാത്ത ഒരമ്പഴമാണ്. വളരെ രസകരമായ ഒരമ്പഴമാണ്. അടുത്ത വീഡിയോ കാണിക്കാവുന്നതാണ്.